പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ഹരിയാനയിലെ വ്ളോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് ടൂറിസം വകുപ്പിൻ്റെ ക്ഷണപ്രകാരമാണ് എന്ന് വിവരാവകാശ രേഖ. പണം നൽകിയതും യാത്രയും താമസവും ഒരുക്കിയതും ടൂറിസം വകുപ്പ് തന്നെയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽപ്പെട്ട 41 പേരിൽ ഒരാളാണ് ജ്യോതി മൽഹോത്ര. അതേസമയം ജ്യോതി മൽഹോത്രയെ ബോധപൂർവം കൊണ്ടുവന്നതല്ല എന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുകയാണ്. ചാരപ്രവൃത്തി ഗുരുതര വിഷയമാണ് എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയ കേസിൽ നിലവിൽ മൽഹോത്ര ജയിലിലാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേരള യാത്രാ പ്ലാൻ എന്നുള്ള പേരിൽ തൻ്റെ 7 ദിവസത്തെ കേരള സന്ദർശനത്തിൻ്റെ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട്, കൊച്ചി എന്നിങ്ങനെ കേരളത്തിലെ വിവിധ ഇടങ്ങൾ ജ്യോതി സന്ദർശിച്ചതായി വീഡിയോയിൽ കാണാം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തുന്നുവെന്ന് ആരോപിച്ച് ജ്യോതി അടക്കം 12-ലധികം പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 33-കാരിയായ ജ്യോതി ഹരിയാനയിലെ ഹിസാർ സ്വദേശിനിയാണ്. ജ്യോതിയുടെ ട്രാവൽ വിത്ത് JO എന്ന യൂട്യൂബ് ചാനലിന് ഏകദേശം 4 ലക്ഷത്തോളം സബ്സ്ക്രൈബർമാരുണ്ട്. 450-ലധികം വീഡിയോകൾ ജ്യോതി തൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ചിലത് പാകിസ്ഥാൻ സന്ദർശനത്തെക്കുറിച്ചായിരുന്നു. പാക് ചാര ജ്യോതി മൽഹോത്രയെ കേരള സർക്കാർ ടൂറിസം വകുപ്പിൻ്റെ പ്രമോഷനായി തിരഞ്ഞെടുത്തത് എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് എന്ന് മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രധാന വ്യക്തിയാണ് ജ്യോതി മൽഹോത്ര എന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന് മനസ്സിലായി എന്നും അതിനാലാണ് അവരെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നും സുരേന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ്. സത്യങ്ങൾ ഒരു ഭാഗത്തിരിക്കെ മന്ത്രി രോഷാകുലനായിട്ട് ഒരു കാര്യവുമില്ല. ജ്യോതി മൽഹോത്ര 1 വർഷമായി നടത്തിവന്ന ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങളിൽ ആകൃഷ്ടനായാണ് മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പ് അവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. പാകിസ്ഥാന് അനുകൂലമായി വലിയ തോതിൽ പ്രചാരണം നടത്തി വരികയായിരുന്നു ജ്യോതി മൽഹോത്ര. അവർ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്ന് മുഹമ്മദ് റിയാസിനും സംഘത്തിനും മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. ജ്യോതിയുടെ പ്രചാരണങ്ങളെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് LDF പറയുന്നത് എന്നും K. സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുകയാണ്.